മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം പരാതിയിലും കേസ്. കോൺഗ്രസ് കൈമാറിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം കേസ് അന്വേഷിക്കും. യുവതിയിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കും. അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അനന്തൻ, ഇന്നലെയാണ് ഈ പരാതി പോലീസിന് കൈമാറിയത്. പോലീസ് ഇപ്പോൾ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? രാജീവ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ KPCC പ്രസിഡന്റിന് ലഭിച്ച പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. ആ പരാതിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP ആ പരാതി അതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് ഒരു FIR കൂടി രജിസ്റ്ററായി. അതിലും ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് നൽകിയ പരാതി, ആ പരാതിയാണ് FIRന് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം DYSP സജീവന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു ബലാത്സംഗ കേസ്, അത് അന്വേഷിക്കാൻ മറ്റൊരു SIT. അപ്പോൾ ഈ SIT ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പരാതി നൽകിയ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റിന് പരാതി നൽകിയ യുവതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി കൂടി രേഖപ്പെടുത്തി കൂടുതൽ നടപടികളിലേക്ക് പോകും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. നിലവിൽ ആദ്യം നൽകിയ ബലാത്സംഗം ഗർഭചിത്രം കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ആയിരിക്കുന്നത്. അത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അത് അന്വേഷിക്കാൻ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് DYSP സജീവന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. IG സ്പർജൻ കുമാറിനാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത് ഈ കേസിൽ പരാതി ഉന്നയിച്ചിരിക്കുന്ന യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ മറ്റ് നടപടികളിലേക്ക് പോകാൻ കഴിയും. അതിനൊപ്പം തന്നെ നിലവിൽ ഈ FIR രജിസ്റ്റർ ആയതുകൊണ്ട് പ്രതിയായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഏതായാലും തിരക്കിട്ട നീക്കങ്ങളാണ് ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എങ്ങനെ വേണം എന്നുള്ള ആലോചനകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസിലും രണ്ടാമത്തെ പരാതിയിലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനുവേണ്ടി രൂപീകരിച്ചിരിക്കുന്നു.